ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഭർത്താവിന്റെ കൂടെ പഠിച്ച കൂട്ടുകാരിക്ക് തോന്നുന്ന പ്രണയമാണ് ഞങ്ങൾ വിഷയമാക്കുന്നത്. ഡിവോഴ്സായ പ്രണയിനി ഗൾഫിൽ നിന്ന് ഭർത്താവിനെ കാണാനെത്തുമ്പോൾ സർപ്രൈസായി ഭാര്യയെയും കൊണ്ട് ഭർത്താവ് വരുന്നതാണ് രംഗം. ഇനി സംഭവിക്കാൻ പോകുന്ന പ്രാങ്ക് നിമിഷങ്ങൾ എന്താണെന്ന് കാണാം. വൈഫല്ലേ പേരെന്തോന്ന് ബിജിൽ, ഞാൻ അങ്ങനെ മെസ്സേജ് ബിജിലി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പോ വേറെ ജോലി ചെയ്യണം. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കും. മൂത്ത ആള് 10th ഇളയാള് ചെറിയ ആളാ. നീ വൈഫിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ ഞാനൊന്നും പറഞ്ഞു. ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ തന്നെ പറയാം. ഞാൻ പറഞ്ഞേക്കാൾ തന്നെ നല്ലത്. വേറെ ഒന്നുമില്ല, നീ ആകുലപ്പെടുകയൊന്നും വേണ്ട. എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ പഠിച്ചാണ് മായ ദുബൈയിലാണ്. അന്ന് പോയ പോക്ക. ഇടക്കാലം ഞങ്ങളങ്ങനെ വിളിയും പറച്ചിലൊന്നുമില്ല. ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തു. എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഈ സെൻട്രൽ നമ്മുടെ കോളേജ് ഗ്രൂപ്പ് നമ്പർ എടുത്തു. ബിനോജ് ഒരു 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു, കളിയാ മായ നാട്ടിൽ വന്നിട്ടുണ്ട്, നിന്നെ അർജൻറ്റായിട്ട് കാണണം. 2 അല്ല 3 ആഴ്ചയായി. ഞാൻ വീട്ടിൽ നല്ല മനസ്സ് പിരിമുറുക്കത്തില്ല, ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചു, ബിനോയ് പറഞ്ഞു അളിയ അവളെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞിടാ അത് വിട്ടുകള. ഒന്നാമത് ഫോൺ എപ്പോഴും മൂത്ത മോടെ കയ്യില്ല. സൗകര്യം ഞാനൊരു കാര്യം പറയും. എന്നറിയോ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയമില്ലേ, ചേട്ടൻ നല്ല പാട്ടുകാരനൊക്കെ ആയിരുന്നു. എന്നാലും കലാപരമായിട്ട് സത്യം പറ്റി കോളേജിനകത്ത് ഒരു സ്റ്റാറായിരുന്നു. അങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ദിവസം അന്ന് 4th സെമസ്റ്റർ പഠിച്ചല്ലേ. അവർ 4th പഠിച്ചത് മായ എന്നൊരു നടി ഉണ്ടായിരുന്നു. അപ്പം അവർ അതേപോയിട്ട് അന്ന് നമ്മളെ പ്രായത്തിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇവർ അടുപ്പമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് എന്നൊരു രീതിയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഒരു സമയത്ത് അറിഞ്ഞു ഈ ചേച്ചി അവിടെ നിന്ന് ഇവിടെ ഗൾഫിൽ പോയി, കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ആളുമായിട്ട് മെസ്സേജും കുറച്ച് സംസാരങ്ങളും. ആളിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് ലീയുടെ വീട്ടിലാണ് താമസം. എന്നെ 4 നാൾ വിളിച്ചു. ഇപ്പം എന്നോട് പറഞ്ഞു ആധാർ എടുത്ത് കൊടുക്കണം, നാട്ടിലൊരു വണ്ടി എടുക്കാനുണ്ട്. നീ അറിഞ്ഞില്ല, ഞാൻ ചെയ്ത് കൊടുത്തു, സോറി. അതൊരു തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണ്. അത് തെറ്റെന്ന് ഞാൻ ഉറപ്പായിട്ട് തെറ്റാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഞാനൊരു കാര്യം ചോദിച്ചു സുരേഷ്, ഞാൻ അത് വൈഫ് ഉണ്ടെങ്കിൽ വൈഫിനെ മറച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ ഇവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവർ അതാണ് ഞാൻ പറയാം. പിന്നെയാണ് ഞങ്ങൾ അറിയണേ ഈ ആൾ ഓൾറെഡി ഡിവോഴ്സാണ്. ഇപ്പം ആള് തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ ആളെ ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് ഗൾഫിൽ കൂടെ കൊണ്ടുപോകുന്ന പരിപാടിയാണ് സുരേഷിനെ. മയങ്ങ് പറയല്ലേ. ഇടയ്ക്ക് 2 തവണ കണ്ടു, ആധാർ എടുത്ത് കൊടുത്തു. ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ടെൻഷൻ മനസ്സിലാവും. എനിക്ക് മനസ്സിൽ ഒരു കുടുംബം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ ഞാൻ പറയട്ടെ വന്നിട്ടുണ്ടോ? ഞാൻ പറയട്ടെ എന്നറിയോ, ഇത് ഓൾറെഡി സുരേഷ് ഓൾറെഡി നല്ല സുഹൃത്തുക്കളല്ലേ, എന്നാൽ സുഹൃത്ത് ബന്ധമായിട്ടാണ് കണ്ടിരുന്നത്. മായ സംബന്ധം അവള് ഇത് വേറെ രീതിയിലാണ് എടുത്തുകൊണ്ടിരുന്നത്. ഡീറ്റെയിലും പറഞ്ഞ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വരെയുള്ള ഫോട്ടോസ്, കുഞ്ഞിന്റെ ഫോട്ടോസ്, കൊച്ചോടെ ഫോട്ടോസ്. എടേ അത് വേറെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ തമ്മിൽ സംസാരിക്കും. സുരേഷ് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവളെ കൂടെ വിളിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഫാമിലിയാണ്. എനിക്കറിയാം, ഫാമിലിയുടെ വില എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഒന്ന് സംസാരിച്ച് അവളെ ഒന്ന് മനസ്സിലാക്കി വിടാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കാരണം ഇത് പോണം. ഞാൻ പറയട്ടെ ഇത് ആൾ ഓൾറെഡി വന്നപ്പോൾ ഇയാൾ ഇപ്പം സുരേഷ് ഫ്രണ്ടായിട്ട് കാണുന്നു, പക്ഷെ ആ കുട്ടിയെ തിരിച്ച് കാണുന്ന രീതി അതല്ല. അവളിപ്പോൾ ഇച്ചിരി മോഡേണൊക്കെ ആയി ഗൾഫിൽ പോയി. ഞാൻ പ്രതീക്ഷിക്കുന്നിടത്തല്ല. ലീക്ക് അറിയാം അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും വേണ്ട. പക്ഷെ അത് വേറെ രീതിയിലാണ്. ഒരു ഭർത്താവ് ഒരു എൻ്റെ കൂടെ ജീവിച്ച് കണ്ടാൽ മതി, അതാണ് ഇതാണ്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒഴിയണം. നീ സംസാരിക്കും. നിങ്ങൾ അത്രയ്ക്ക് വിഷമിക്കാൻ ഞാൻ കാര്യം പറയട്ടെ. ഇത് എനിക്കറിയാവുന്ന രീതിയിൽ ഒരു സുരേഷ് ഒരു നല്ല സുഹൃത്തായിട്ട് കണ്ടുള്ളൂ. പക്ഷേ ആ കുട്ടിയുടെ മെസ്സേജ് കണ്ട് വളരെ എന്തോ ഒരു സംഭവം, പഴയ പ്രേമം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് പിന്നെ അവിടെ കിടന്ന് സംസാരം ബഹളം. അമ്മായിമ്മ ഒരാഴ്ച വീട്ടിലുണ്ട്, അവിടെ കിടന്ന് സംസാരിക്കാൻ പറ്റും. അതിനാ നമ്മൾ വന്നത്. അതിനാ വന്നത്. അതെന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ല. കാര്യം പറയാം. ഇത് നിങ്ങളിനി നിങ്ങൾ ഇടപെട്ട് എന്ത് ചെയ്യണം, അവരുടെ ലേഡീസ് ഞാൻ വിളിക്കാം, അവരെ വിളിച്ച് വരുത്തി നമ്മൾ നേരിട്ട് സംസാരിക്കണം. അപ്പം ഇപ്പം മാത്രം വരുന്നത് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങളിത് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ സ്ത്രീയല്ലേ, നിങ്ങൾ സംസാരിക്കാം. എടുത്ത് മാറ്റിയിടുവോ? അല്ല, അത് ഞാൻ മാറ്റാം. അത് വേറെ ആര്യന് വേണ്ടി അവൻ അങ്ങനെ ആർക്കും കൊടുക്കുന്നതല്ല.
ആ പോയിട്ട് ഒരു മിനിറ്റ് മാറ്റും. പുള്ളിക്കാരി ഉണ്ടോ ഇവിടെ ഇപ്പം? ഞാൻ വിളിക്കാം. അതാണ് ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ പറ്റും. കാര്യം എന്നറിയോ? ലിയോ ഉണ്ടോ? ലിയോ ഉണ്ടോ? ഇല്ല. ഞാൻ വളരെ കാലത്ത് ശേഷമാണ് സുരേഷിനെ പ്രാവശ്യം കോൺടാക്ട് ചെയ്തത്. ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഫാമിലിയാണ് ഞങ്ങൾ രണ്ടുപേരും. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഇച്ചിരി പിന്നിലാണെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ല ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. തമാശയായിട്ടേ ഉള്ളൂ. ഫ്രണ്ട്സ് വിളിക്കുമ്പോഴും ലിയ വിളിക്കുമ്പോഴും പണ്ട് ഞങ്ങൾ തമാശയായിട്ട്, പിന്നെ ലിയോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ലിയ കുഴപ്പക്കാരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇത് സംഭവം പറഞ്ഞാൽ നമുക്ക് ഈ പ്രേമം അങ്ങ് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു സംഭവമില്ലേ, അതുപോലെ ഒരാളുടെ ഫാമിലി അതല്ല ഞാൻ എന്നിട്ടും സുരേഷ് കറക്റ്റായിട്ട് കാര്യം അവൻ ഫ്രണ്ടായിട്ട് കണ്ടു. എന്നിട്ട് ഞാൻ കുറച്ച് കാശ് എന്തെങ്കിലും വേണോ, കാശിന് വരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഹസ്ബൻഡില്ല ജീവിക്കല്ലേ എന്ന് ഞാൻ നോക്കിയപ്പോൾ ഇതില്ല. അവർക്ക് നല്ല കാശുണ്ട്, അവർക്ക് നല്ല ജോലിയും അവിടെ അത്യാവശ്യം ജോലിയും ഇതൊക്കെ ഉള്ളതാണ്. ഹസ്ബൻഡിൻ്റെ ഡിവോഴ്സായി പോയപ്പോൾ അതിൽ നഷ്ടപരിഹാരം കിട്ടിയ നല്ലൊരു തുകയുണ്ട്. മക്കളില്ല. പുള്ളിക്കാരെ വിളിക്കാൻ എനിക്ക് കുഞ്ഞിൻ്റെ അടുത്ത് പോകണം. എന്താ താങ്കളുടെ പ്രശ്നം എന്തുവാ? ഇത് നിങ്ങൾ അവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതെന്തോ സംസാരിക്കണമെന്നാണ് പറഞ്ഞായിരുന്നു. സൂര്യ എവിടെ? സുരേഷ് വെളിയിലുണ്ട്. അല്ല, ആള് ഒറ്റയ്ക്ക് വരുമെന്നാ പറഞ്ഞു. ഒറ്റയ്ക്കല്ല, ഞങ്ങള് എന്തും ഷെയർ ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. പുള്ളിക്ക് 2 ദിവസം കൊണ്ട് ഒരു മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട്. എന്താന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു. ഇവിടെ വരുന്നവരെയും ചേട്ടൻ്റെ അടുത്ത് വരുന്നവരെയും എന്നോട് പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ലിയെ എനിക്കറിയാം, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ഫ്രണ്ട്സിനെയും എനിക്കറിയാം. ഈ ചേട്ടനെ ഞാൻ കുറച്ച് നാളായിട്ട് കുറേ നാള് അങ്ങനെ ഗ്രൂപ്പിലോ ഒന്നിലും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് 5-6 വർഷമായി. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നല്ലോ, ആ ടൈമിലാണ് ഞാൻ നാട്ടിലിങ്ങനെ വരണമെന്ന് പറഞ്ഞ് ലിയ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ വന്നു. അങ്ങനെ പിന്നെ സുരുവിനെ കണ്ടത്. സുജു ഒന്നും വിളിക്കണ്ട, സുരേഷ്. സുരേഷ്. പണ്ടേ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയണ്ടാണ്. ഇയാള് ഡിവോഴ്സ് ആയെങ്കിൽ ഇയാൾ വേറെ ആളിനെ നോക്കുക, സുരേഷിനെ കിട്ടട്ടെ. സുരേഷിന് 15 വയസ്സുള്ളൊരു മോളുണ്ട്, 10ാം ക്ലാസ് പഠിക്കുക. അതൊക്കെ എനിക്ക് അറിയാം, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ വേറെ ഉദ്ദേശമൊന്നും അല്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്ന ടൈമിൽ ഇയാൾക്ക് മെന്റലി പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാൾ ഫാമിലി ഉള്ള ഒരാളിനെ അല്ല അതിന് ഇയാളുടെ മനസ്സിന് സുഖത്തിന് വേണ്ടി നോക്കേണ്ടത്. സുരേഷിനെ അതിന് കിട്ടത്തില്ല. അങ്ങനെ സുരേഷിനെ കൊണ്ടുപോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരുടെ ശവം ഇയാൾ കാണും. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്തിനാ? സംസാരിക്കും. സുരുവിനെ വിളിക്ക്, സുരുവിന്റെ അടുത്ത് സംസാരിക്കട്ടെ. എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ആളെന്നെ ഭയങ്കര സപ്പോർട്ടായിട്ടായിരുന്നു സംസാരിക്കുക. ചെല്ലു, നിങ്ങൾ ഒരുമിച്ച് കഴിയാന്ന് പറഞ്ഞോ? അല്ല, എൻ്റെ കൂടെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് കഴിയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? എന്നെ പ്രാന്ത് പിടിച്ചത് തന്നെ. നിങ്ങൾ സുലുവാണോ അവളുടെ? എന്റെ പൊന്നട മുഖം ഓർത്തു. 3 വയസ്സുള്ള കുഞ്ഞുണ്ട്, ഇല്ലാതെ പുറത്ത് പോകത്തില്ല. എന്റെ പൊന്നുമോളെ പലതവണ പറഞ്ഞല്ലേ. നിങ്ങളെ എനിക്കറിയാം നന്നായിട്ട്. നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾ എങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത് വന്നപ്പോഴും ഞാൻ ചോദിച്ചതാ. ഇല്ല, ബഹളം ഉണ്ടാക്കണ്ട, സംസാരിക്കല്ലേ. എന്തോ നിങ്ങൾ മെസ്സേജ് അയച്ചവർക്ക് സപ്പോർട്ടായിരുന്നു പറഞ്ഞു. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എന്തിന് പരിഹാരം വേണം? പരിഹാരം ഇല്ല. എന്റെ അച്ഛനും എനിക്ക് അച്ഛനും അമ്മ എല്ലാരും ഉണ്ട്. ജീവിച്ചോ? അതൊന്നും അങ്ങനെ സംസാരം ഞാൻ പറയട്ടെ. ഇത് അവൻ സുഹൃത്തായിട്ട് ഇടപെട്ടുള്ളൂ. ഞാൻ മായോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അവരൊരു ഫാമിലിയായിട്ട് വളരെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവൻ നീ മെസ്സേജ് അയച്ചു, അവൻ നിങ്ങളുടെ സുഹൃത്തായിട്ട് കണ്ടുള്ളത്. ഫോൺ വണ്ടിയല്ല. എന്റെ ഞാനത് ഡിലീറ്റ് ചെയ്തു. എന്തൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ച? അങ്ങനെ ഇതായിട്ടല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ പ്രായത്തില് ഒരുമിച്ച് കഴിയാന്നുള്ള ഉറപ്പ് തന്നോ? അതിനാണ് ഇപ്പൊ ഗൾഫിന് പോവാൻ ഇപ്പൊ കിടന്ന് ധൃതി പിടിക്കുന്നത്. ഞാൻ പറയട്ടെ, അതാണോ? ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. ഞാൻ സൗദിക്കല്ലേ പോകാൻ തീരുമാനിച്ചു. ദുബായിലെ ഞാൻ ദുബൈയില, ഞാൻ അബുദാബിയില. ഇതൊരു തീരുമാനം. എനിക്ക് ഇതിനെ ഒഴിവാക്കണം. ഇതിനൊരു തീരുമാനം അവിടെ പോകാൻ പറ്റില്ല.
സഹോദരി അവിടെ ഇരിക്കും. ഞാൻ ഇതുകൊണ്ടല്ലേ ഞാൻ ഒരു ചതിക്കുമായിരുന്നു നിങ്ങള്. എന്റെ അടുത്ത് കിടന്നോണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോണ്ട് ചതിക്കുമായിരുന്നു. സഹോദരി കാര്യം പറഞ്ഞ കേക്കൂ, നിങ്ങൾ പറഞ്ഞ കേക്കൂ. ഞാൻ ഒറ്റ മുറിയില്ല കഴിയുന്ന, ഒറ്റ മുറി. 15 വയസ്സുള്ള ഒരു കുഞ്ഞും ഞങ്ങൾ 4 പേരും. അതൊക്കെ എനിക്ക് അറിയാം ആ കാര്യം. അതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ ഇരിക്കും. ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഇതിനിടയിൽ ഇങ്ങനൊരു റിലേഷൻ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഞാന് ഇയാള് വന്നപ്പോ മുതൽ കാണുമായിരുന്നോ? ആ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. എവിടെ വെച്ച് കാണും? ലിയയുടെ വീട്ടിൽ വെച്ച്, അവളെ വീട്ടിൽ വെച്ചാ കാണാറുള്ളത്. വീട്ടിൽ വരുവോ ചേട്ടൻ? ആ ഇടയ്ക്ക് ഞാൻ വരുന്ന ടൈമിലൊക്കെ വരാറുണ്ട്, അങ്ങനെ കാണാറുണ്ട്. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഞാൻ ആ ടൈമിൽ വന്ന സമയത്ത് ശാരീരികമായിട്ട് ഇല്ല, അതല്ല ഞാൻ അങ്ങനെ ഒരു ഇതുവരെ ഇല്ല. പക്ഷേ നമ്മൾ നല്ല രീതിയിലാണ് സംസാരിക്കുകയും എല്ലാ രീതിയിലും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അത്രയും അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് പറ്റാത്ത, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആളിപ്പോൾ എൻ്റെ അടുത്ത് ഇതാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് പഴയ ആ ഒരു ഇത് വന്നതായിരിക്കാം. ആള് അല്ലാത്ത രീതിയിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലായിരുന്നു. പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് ആള് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ കരുതും എന്നെ ആ രീതിയിൽ? തനിക്കൊരു വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പൊ കാര്യം ഞാൻ ഒറ്റയ്ക്കായി പോയപ്പോ എനിക്കതൊരു സപ്പോർട്ടായി. ഞാൻ പറയുന്നത് വിശ്വസിക്കും. ഞങ്ങൾ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരാ. ഞങ്ങൾക്ക് കാശില്ല. ഞങ്ങളൊരു ചെറിയ വീട് വെക്കാൻ തുടങ്ങി 4 വർഷമായി. ഇതിന്റെ പണി ഇതുവരെ ചേട്ടന് പണിയില്ല എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ദ്രോഹിക്കരുത്. ഇനി ഇയാള് ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. ഇനി ആ പുള്ളിക്കാരന് മെസ്സേജ് അയക്കരുത്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോ. പക്ഷെ ഇനി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കത് പറ്റുന്നില്ല. പറ്റാത്തത് കൊണ്ടാണ് എനിക്കിപ്പോ ലീവുള്ള ടൈമല്ല, ഞാൻ അല്ലാതെ എമർജൻസി ലീവ് എടുത്ത് വന്നതാ. പറ്റണം. ഇയാളത് യാഥാർത്ഥ്യമായിട്ട് ഇയാള് റിയലാന്ന് ചിന്തിക്ക്. സുരേഷിന് വൈഫുണ്ട്. താപ്പ് പറഞ്ഞല്ലോ ഞാന് കണ്ടോ ഞങ്ങളുടെ മോളാ, മൂത്തവളാ. എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് മോളെ ഫോട്ടോയും എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവരച്ഛനും മക്കളും കൂടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ. ഞാനിപ്പോ സുരുവിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അതല്ല, ഇനി അങ്ങനെ പറ്റത്തില്ല. അത് പറ്റത്തില്ല. കാരണം നിങ്ങൾ അത് റിയലായിട്ട് ചെയ്യാൻ എന്തിനാ ആധാറൊക്കെ വാങ്ങിച്ചത്? ഞാന് കൊണ്ടുപോകാനായിട്ടാണോ? അല്ല, ആള് ഇതേ കണക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി ആണെങ്കിലും ഫിനാൻഷ്യലി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ വരണമെന്ന് എനിക്കിപ്പോ വരേണ്ട ആവശ്യമുണ്ട്. എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ എമർജൻസി ലീവ് എടുത്ത് വന്നത്. കാണാൻ വേണ്ടിയാ, എനിക്ക് സംസാരിച്ച് സോൾവ് ആക്കാൻ വേണ്ടിയാ വരാൻ പറഞ്ഞത്. അല്ല നിങ്ങൾ തമ്മിൽ ബന്ധം കൂട്ടി തരാനല്ല. മായോട് പറയുന്നത് ഈ റിലേഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്നുള്ളതേ. അതെനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാ മതി. അതിനി പുറത്ത്. അപ്പൊ ഞാൻ മനസ്സിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനായിട്ട്? ഞാൻ എന്ത് വേണം? ഞാൻ ഒഴിഞ്ഞു തരണോ? ഞാൻ പറയട്ടെ. തുടർന്ന് പോകാനേ ഉള്ളൂ താല്പര്യം. ഞാനിത് മനസ്സിൽ എനിക്ക് തീരുമാനം ഉണ്ടാക്കാൻ. എനിക്ക് 4 വർഷമായി ഇത് തുടങ്ങിയിട്ട്. 4 വർഷമായി ഇത് തുടങ്ങിയിട്ട്. അവള് പറയുന്നത് ഇതിനെന്തിനാ തുടർന്ന് പോയെന്നാ പറയുന്നത്. പറ്റത്തില്ല. എനിക്ക് പോണം വീട്ടില്. പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് വെച്ചാൽ പറ്റത്തില്ല. സംസാരിച്ചിട്ട് പോയി നിങ്ങൾ ഇത് ഇങ്ങനെ ആക്കരുതേ. ഇയാള് പണ്ട് ഈ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ വെച്ച് ഇയാള് കേക്കാരി എനിക്ക് ബാധയില്ല. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കാൻ പറഞ്ഞു. സ്നേഹത്തോടാ പറഞ്ഞ ഇങ്ങോട്ട് വന്നിരിക്കാം. അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മോശമല്ലേ? പണ്ട് പഠിക്കുന്ന സമയത്തെ ഇയാൾ 3rd ഗ്രൂപ്പ് ആയിരുന്നു. ലൈബ്രറിയിൽ വെച്ച് എന്തായിരുന്നു? ലൈബ്രറിയിൽ വെച്ചിട്ട് എന്തായിരുന്നു നിങ്ങൾ തമ്മില്? കോളേജ് ലൈഫിൽ എന്ത് പോകണം കാണിക്കോ? കോളേജ് ലൈഫിലെ അപ്പൊ ഈ 4 വർഷമായിട്ട് അറിഞ്ഞിട്ടില്ലേ? താൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നതും വിളിക്കുന്നതും ഒന്നും? ഇല്ല. ലിയ മാത്രമേ ഉള്ളൂ കോണ്ടാക്ട് ഉള്ളത്. ലിയ തെറ്റായത് കൊണ്ടല്ലേ ആള് ഹൈഡ് ചെയ്തത്? ഇത് ഞാൻ കണ്ടില്ല. എന്തിനാ ഹൈഡ് ചെയ്ത്? അതെന്തിനാ പറ, ചോദിക്കട്ടെ. എന്തിനാ പറഞ്ഞതിനകത്ത് എന്തോ കള്ളത്തിൽ നിങ്ങൾ എന്ത് സമാധാനം നീ തന്നെ പറയണം.
കൊച്ചിനെ ഒന്ന് പറയാം. അതെന്താ? അല്ല അതെന്താ നിങ്ങളെ തെറ്റുകാരി. ആ കൊച്ചിന് സാമ്പത്തിക നല്ല ഇതുണ്ട്, അത് പറഞ്ഞ് നിങ്ങളെ സഹായിക്കണം. അതാണ് നിങ്ങൾ കണ്ടത്. സാമ്പത്തികം കൊണ്ട് അതിനുവേണ്ടി സുരേഷ് അതിന് പുറകെ പോകേണ്ട കാര്യമില്ല. സുരേഷ് അതിന് അങ്ങനെ പുറകെ പോകേണ്ട കാര്യമില്ല. ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കാം എന്ന് പറഞ്ഞു അല്ലേ? ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു, പക്ഷെ ഒരു ഇടപാടും വേണ്ട. കൊണ്ട് കഴിയണം. ഇതിനൊരു തീരുമാനം കുഞ്ഞുങ്ങളുണ്ട് സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ തന്നെ കെട്ടാം. എന്താ തമിഴ്നാട്ടിലൊക്കെ പതിവാ പ്രശ്നം. എന്താ ഇത് ഇത്രത്തോളം വന്ന് കടലും കടന്നുണ്ട്. തീരുമാനം ഉണ്ടാക്കാതെ ഈ വല്ല സ്ഥലത്തും വന്നിട്ട് ഞാൻ ഒരാളിനെ വിഷമിപ്പിച്ചോണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമം പിന്നെ തേം പുരട്ടി കൊടുക്കണം. 100 വട്ടം തന്നോട് ഞാൻ പറഞ്ഞല്ലേ, 100 വട്ടം തന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നുള്ളതാ. അല്ല ആള് പറയല്ലേ കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ സഹോദരി എങ്ങനെ പറ്റുന്ന ഞാൻ ഒരു കാര്യം കോളേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, പണ്ടത്തെ പഠിച്ചവരല്ലേ കോളേജ് നശിക്കാനാ, കുടുംബം നശിക്കാൻ വേണ്ടിയുള്ള ഈ കോളേജ് ഗ്രൂപ്പ്. ചേച്ചിയുടെ ഡിലീറ്റ് ചെയ്തപ്പോ ചേച്ചി ഇയാളുടെ ഡിലീറ്റ് ചെയ്യാത്തണ്ട്. ചേച്ചിയുടെ ഡിലീറ്റ് ചെയ്തപ്പോ ഇരുന്ന് സംസാരിച്ച് ചേച്ചി. ഞാൻ അയാളെ ഫോൺ എടുക്കാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. ആയിരക്കണക്കിന് 3-4 ഗ്രൂപ്പ് ഉണ്ട്. അത് ഇത് എല്ലാം ഉണ്ട്. ഇന്നത്തോടെ നിർത്തിയില്ലെങ്കിൽ നാക്കിയം കടിച്ചു നോക്കും. യൂട്യൂബ് ചാനൽ അത് ഇത് ഇവരെ നോക്കും പോലെ എവിടെ നോക്കാൻ പറ്റുമോ? ഇപ്പോൾ സാമ്പത്തികമായിട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അവനും കൂടെ സഹായിക്കും. എനിക്കിപ്പോൾ സാമ്പത്തിക ആവശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് നീങ്ങും. അല്ലാ പറ്റത്തില്ല, എന്റെ സ്ഥിതി അതാണ്. അപ്പൊ ഇത് ഇത്രയും ഈ ദുഷ്ടചിന്ത വെച്ചിട്ടേ ഈ ചെയ്ത് ഈ ആരെ വിളിക്കുന്നത് ഫോൺ കട്ട് ചെയ്യും. ഒരു 5 ലക്ഷം രൂപ അക്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വഴിക്കോ എന്തോ കണ്ടോണ്ടെന്ന് എനിക്കറിയണ്ട. അവരെ ഇഷ്ടത്തിനനുസരിച്ച് പോണെങ്കിൽ പോട്ടെ സൗകര്യം. നമ്മൾ പിന്നെ തിരിച്ച് കടമാകട്ടെ. കടം വേണ്ട വേണ്ട ചേച്ചി എടുത്ത് വന്നോ? മാനക്കെടുത്തല്ലേ ആൾക്കാർ ഒന്നുമില്ല, ഞാൻ പറയല്ലേ വിളിക്കാൻ അങ്ങോട്ട് പിടിച്ചിരുത്തി എന്തോ നിങ്ങളുടെ ഉദ്ദേശം? കല്യാണം കഴിക്കാൻ സംസാരിക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. ചേട്ടാ കല്യാണം കഴിക്കാൻ പോവാന്നോ? ഇവിടെ ഇരിക്കും, ഞാനും അപ്പുറത്തിരിക്കും. നീ ഇവിടെ ഇരിക്കുക. അച്ഛന്റെ വഴി പോവാന്നോ? അച്ഛനും 2 കെട്ടിയതാ. നീ അതെന്നോട് പറഞ്ഞാടാ. എടാ അതൊക്കെ വിട്. പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങള് ആദ്യത്തെ അമ്മ മരിച്ചു പോയപ്പം ശരി എന്താ പറഞ്ഞാലെന്താ? അമ്മ മരിച്ചു പോയപ്പം അതൊക്കെ വിട്. അതൊക്കെ അറിയാം. അറിയാം നമുക്ക്. ഇപ്പൊ അവന്റെ അഭിപ്രായം ഞാനെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് 4 വർഷം. നിങ്ങളുടെ ഉദ്ദേശം എന്തുവാ? ഇപ്പൊ 10 ദിവസം കഴിഞ്ഞ് ഞാൻ പറയാം. 10 ദിവസം കഴിഞ്ഞ് കയറി പോകാൻ നിൽക്കുക. അതിനിപ്പുറം തീരുമാനമാക്കണം അവള് പറയുന്നത്. അപ്പൊ നിന്റെ തീരുമാനം പറ. എന്റെ തീരുമാനം ഇപ്പൊ എന്താ വെച്ചാൽ എനിക്ക് അതിനെ ഇപ്പൊ ഇത്രത്തോളം ക്യാഷും കാര്യങ്ങളും പാസ്പോർട്ട് എല്ലാം അയച്ചു പാസ്പോർട്ട് കുട്ടികളല്ലേ 2 കൊച്ചിന് 15 വയസ്സായില്ലടാ. ചേട്ടാ എനിക്ക് ഒരു 50 രൂപ തരാം. വലിയ പൈസ ഞാൻ എന്റെ കാറിലാക്കാം. ഞാൻ പറയുന്നേക്ക് അങ്ങനെ ഒരു ഇതായിട്ട് പോണോന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പുള്ളിക്കാരൻ 45 വയസ്സായി, എനിക്ക് 40 വയസ്സായതുള്ളൂ. എന്നെക്കാട്ടി മൂത്ത ആയിരിക്കുമല്ലോ എന്തായാലും. ഇതിനാണോ നീ സുഹൃത്തിനോട് ഞങ്ങളെ കൊണ്ടുവന്നത്? അങ്ങനെയല്ലല്ലോ, അതല്ല. എന്നോട് തന്നെ വരും. വേണ്ട, എന്റെ കൂടെ വന്നെങ്കിൽ എന്റെ കൂടെ ബിജി വരൂ.
നീയാണ് ഇതിന്റെ അണ്ണി. നീ എന്താ തീരുമാനിച്ചു? കാര്യങ്ങൾ ഇതെല്ലാം വരും. ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ. 10 ദിവസം പോകുമ്പോ അത് കല്യാണം 10 കഴിപ്പിക്കാനോ? ഇത് അവർ നേരത്തെ അറിയിക്കണം. 5 ലക്ഷം രൂപ ഈ അക്കൗണ്ടിലോട്ടെങ്ങനെ വന്നാല് എന്റെ മക്കളാണ് സത്യം, സഹോദരി എന്റെ അറിയും. പൊന്നുമോളാണ് സത്യം. അക്കൗണ്ടിൽ വരുമോ വരാതിരിക്കോ? ഈ ഒരു തീരുമാനം ഇനി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആണെങ്കിൽ എന്റെ തീരുമാനമാണ് എനിക്ക് നീ അടങ്ങ്. മനസ്സിലായില്ല. എന്ത് തീരുമാനം? തമ്മിൽ ഒരുമിക്കാനുള്ള തീരുമാനമാണെങ്കിൽ അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരുമിക്കാനാണോ? നിങ്ങൾക്ക് ബാധ്യതകളും അങ്ങനെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബാധ്യതയൊന്നും വേണ്ട. എനിക്ക് അങ്ങനെ എന്റെ ഭർത്താവിനെ വേറൊരുത്തിക്ക് കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ജീവിക്കണ്ട. വേണ്ട. വേണ്ട. അതിപ്പോ ഞാനോട് തീരുമാനിക്കണ്ടേ? വേണ്ട. അത് ഞാനോട് തീരുമാനിക്കണ്ടേ? എന്തുവാ? എന്തും സങ്കല്പപ്പെട്ട എന്തും സംസാരിക്കണം. നാണമുണ്ടോടാ നിനക്ക്? എന്താ നടത്തുന്നത്? എല്ലാം ഓക്കെ ആയല്ലോ. നിന്നെ സുഹൃത്തെന്ന് കഴിഞ്ഞാൽ നിന്നെ നമ്മളെ അതൊക്കെ ശരിയാ. എന്തിനാ നിന്നെ ചേച്ചി നിങ്ങൾ നിൽക്ക് ചേച്ചി. വെളിയിറങ്ങി ഞാൻ കാറിലാക്കാം എനിക്ക് ഇന്നിപ്പോ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. നിങ്ങളെ വീട്ടിലോട്ട് തന്നെയല്ലേ വരുന്നത് ആള്. നിക്കേ, നിങ്ങളെ വീട്ടിലോട്ട് തന്നെയാണ് ആള് വരുന്നത്. ഇന്നിപ്പോ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഇന്ന് വീട്ടിൽ വരണം. നീ ഇന്ന് വീട്ടിൽ വരണം. വരണം. നീ വന്നേ പറ്റൂ. മാമ ഇത് എന്തിനാണ് കൊണ്ടുപോയത്? അപ്പൊ എന്തോന്ന് കേട്ടു? പറഞ്ഞെ? ഇതിപ്പോ എനിക്ക് വീട്ടിൽ പോണം. വീട്ടിൽ പോകണം. വീട്ടിൽ പോകുമ്പം ഇദ്ദേഹത്തിനെയും കൊണ്ടുപോകണം, അദ്ദേഹത്തിനെയും കൊണ്ടുപോകും. പോവോ? ഇല്ല, പോവില്ലല്ലോ. അല്ല, എന്നെ വിളിച്ചതല്ലേ പക്ഷെ വിളിച്ചെങ്കിൽ ഇങ്ങനെയുള്ള ഒരുമിച്ച് ജീവിക്കും. എനിക്ക് പൈസ ഞാൻ കാറിലാക്കാം എനിക്ക് നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട. പറയും ഞാൻ പറയാം. ചേട്ടാ അങ്ങോട്ട് വണ്ടി എടുത്ത് ഷെഡിന്റെ വെളിയിട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്, ഇനി ഇദ്ദേഹത്തിനോട് ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യെസ് ഓർ നോ? എന്റെ ജീവിതകാലം മൊത്തം പുള്ളിയുടെ കൂടെ ജീവിക്കണം തന്നെ താല്പര്യം. ആണല്ലോ. ഇദ്ദേഹത്തിന്റെ താല്പര്യം അങ്ങനെ തന്നെ. ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന പ്രോഗ്രാമാണ്. അവിടെ വെച്ച് എല്ലാം നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഇനിയും ജീവിക്കണം, പുതിയ വീട് വയ്ക്കണം, മോളെ കല്യാണം കഴിപ്പിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസിന് വേണ്ടിയിട്ടായി പോകുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്റെ പൊന്നു, ഞാൻ ഗൾഫിൽ പാരേ, ഇതൊന്നും അല്ല. ഇതൊന്നത്തോടെ കളയണേ, ഞങ്ങള് കണ്ടിട്ട് പോലും ഇല്ല. അല്ല, ഒരു കാര്യം പറയുള്ളത്, നാക്കർക്കൊന്നും പറഞ്ഞ പാടിയ യൂട്യൂബ് നിന്റെ പാട്ട് ഗ്രൂപ്പ് ആദ്യം നിർത്തലാക്കണമെന്ന്. ഇവരെ ഈ കോളേജ് ഗ്രൂപ്പ് ആദ്യം അവിടെ നിന്റെ പാട്ട് നിർത്തിക്കോണം. ഡീപോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം.